ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ സായുരാരോഗ്യം. ഇന്നൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഔഷധിയുടെ പ്രൊഡക്റ്റാണ്. ഷഡംഗം കഷായ ചൂർണം എന്നാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ഷഡംഗം കഷായ ചൂർണം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ 6 പാർട്സ് ആണുള്ളത്, 6 അംഗങ്ങളാണ്. 6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ കഷായ ചൂർണം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്ത് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇനിയിപ്പം മഴക്കാലമാവാൻ പോവുകയാണ് അല്ലേ. അടുത്ത മാസം സ്കൂള് തുറക്കും. ഒപ്പം തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒപ്പം നമുക്കറിയാം ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ അല്ലേ, വൈറൽ ഫീവറും അല്ലാത്ത ഫീവേഴ്സും ഒക്കെ പലതരത്തിലുള്ള പനിയും സാംക്രമിക രോഗങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ അന്തരീക്ഷത്തിലുള്ള ചേഞ്ചസ് ആണ് കാരണം പെട്ടെന്നുള്ള തീവ്രമായ ഈ ചൂടിൽ നിന്നും ഇനി ഒരു മഴ അല്ലെങ്കിൽ തണുപ്പ്, ഇങ്ങനൊരു കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ മാറ്റം സർവ്വചരാചരങ്ങളിലും ഭൂമിയിലും നമുക്ക് മനുഷ്യരിലും ഒക്കെ ആ ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് അസുഖം വരാതിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കഷായമാണ് കേട്ടോ. നമുക്കൊരു പാനീയം പോലെ കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഉള്ള 6 ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കനചന്ദന ശുണ്ഠി അമ്പു പർപ്പട ഉഷീര സാധ്യതം ശീതം ദേവ്യോ ഹിതം തോയം പാചനം ജ്വരാപഹം എന്നാണ് ഇതിൻ്റെ റെഫറൻസ് ശാസ്ത്രയോഗത്തിൽ പറയുന്നതിൻ്റെ ശ്ലോകം. അപ്പോൾ 6 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതിൽ മുത്തങ്ങാക്കിഴങ്ങ്, ചന്ദനം, ചുക്ക്, പിന്നെ ഇരുവേലി, ഘനചന്ദന ശുണ്ഠി അമ്പു, പർപ്പടകപ്പുല്ല്, അതുപോലെ തന്നെ രാമച്ചം, ഉഷീരം, രാമച്ചം, അങ്ങനെ 6 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ചെറിയ അളവിൽ ഇതൊക്കെ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അതിനേക്കാളും എളുപ്പമാണല്ലോ ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനാണ് അപ്പോൾ എളുപ്പം. അപ്പോൾ ഇത് 2 രീതിയിൽ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കഷായ ചൂർണമാണ് വാങ്ങുന്നതെങ്കിൽ ഇതിന്ന് ഒരു ചെറിയ സ്പൂൺ അളവിൽ ഒരു പൊടി ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചിട്ട് ആ 1 ഗ്ലാസ് വെള്ളം നമുക്ക് രാവിലെ കുടിക്കാവുന്നതാണ്. അതുപോലെ വൈകുന്നേരവും കുടിക്കാവുന്നതാണ്. ഇങ്ങനെ കഷായ ചൂർണമാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല, നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പൊടിച്ചിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അളവിൽ പൊടി, നമ്മൾ ചുക്കുവെള്ളമൊക്കെ വീട്ടിലുണ്ടാക്കില്ലേ, ചില വീടുകളിലൊക്കെ വെള്ളം തിളപ്പിക്കുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ചെറിയ അളവിൽ ഇതിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആയുർവേദത്തിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുഗുണമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചുണ്ടാകുന്ന ഇപ്പോൾ തണുപ്പ്, ചൂട്, ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് ചികിത്സിക്കാൻ ഒരുപാട് ചെറിയ നുറുങ്ങ് വിദ്യകളൊക്കെ ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ എല്ലാവർക്കും ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത ഡിസ്പെൻസറിയിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താം. ഓക്കെ, താങ്ക് യു, നന്ദി.